മരണപ്പെട്ടവർക്ക് കേൾവി സാധ്യമോ എന്നതിനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ നമ്മൾ ബിദഈ കക്ഷികളോട് ചോദിക്കുകയും മറുപടി പറയുന്നതിന് പകരം ധാരാളം തെറികളായിരുന്നു കമൻറ്റ് ബോക്സുകളിൽ നിറഞ്ഞിരുന്നത്. ഖുറാഫി, മുശ്രിക്ക്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സുന്നി സമൂഹത്തെ പോലും എത്ര മോശകരമായാണ് ശിർക്ക് ആരോപിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ല. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. ഇവരുടെ തന്നെ ഷെയ്ഖാകുന്ന ഇബ്നു ബാസ്, ഇവർ റഹിമഹുല്ലാ എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തിൻ്റെ പണിയും ഇവരുടെ അതേ പണി തന്നെയാണ്. മറ്റുള്ളവരൊക്കെ ഷിർക്ക് ചെയ്യുന്നവരെന്ന് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. ഇദ്ദേഹം പോലും പറയുന്നതൊന്ന് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കളൊന്ന് കേൾക്കണം. ബദറിൽ കൊല്ലപ്പെട്ട കുഫാറുകളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾ, ചില കാര്യങ്ങൾ മരണപ്പെട്ടവരോട് മുത്തുനബി പറയുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു, അവർ മരണപ്പെട്ടവരല്ലേ, അവർക്കിത് കേൾക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്, അവർക്കിങ്ങോട്ടേക്ക് മറുപടി പറയാനേ സാധിക്കാത്തതുള്ളൂ. കേൾവി നമ്മളെക്കാളും നല്ലതുപോലെ അവർ കേൾക്കും. എൻ്റെ ചോദ്യത്തിൻ്റെ പോയിൻ്റ് ശിർക്കോ അല്ലെങ്കിൽ മരണപ്പെട്ടവരെ തേടുക എന്നൊന്നുമല്ല. മറിച്ച് ഞാൻ ചോദിച്ചത്, ചില കാര്യങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ക്ലിപ്പിട്ടത് ആ മൗലവി പറഞ്ഞത് തീരെ കേൾക്കൂല, ഒന്നും കേൾക്കൂല എന്ന് അദ്ദേഹം വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനെ റദ്ദ് ചെയ്യലായിരുന്നു നമ്മുടെ ലക്ഷ്യം. കേൾക്കും, നമ്മളെക്കാൾ കേൾക്കും. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. എന്നിട്ട് ഈ ഇബ്നു ബാസ് ശൈഖ് പറയാണ്, വഹാദാ മിമ്മാ ജാഅ ഫി സമാഇൽ മൗത, ഇത് മരണപ്പെട്ടവർ കേൾക്കും എന്ന് പറയപ്പെട്ട ഹദീസുകളിൽ ഒന്നാണ്. ആ വിഷയകമായി വന്ന ഒരു ഹദീസാണിത്. തീർന്നില്ല. വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട ഖബറാളികൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പടിക്കാലിൻ്റെ ശബ്ദം പോലും അവർ കേൾക്കുമെന്ന് പറയുന്നുണ്ട്. ഇന്നഹു ലയസ്മഉ ഖർഅനി അലിഹിം, തീർച്ചയായും അവരുടെ ചെരുപ്പടിക്കാലിൻ്റെ ശബ്ദം പോലും ഈ ഖബറാളി കേൾക്കും എന്നുള്ളതാണ്. അവരുടെ റബ്ബിന് കൃത്യമായ മറുപടി ആ ഖബറിൽ ചോദ്യമുണ്ട് എന്നുള്ളതാണ്. ആ വിഷയകമായി ഇതെല്ലാം മരണപ്പെട്ടവർ കേൾക്കുമെന്ന് ഇവരുടെ ശൈഖന്മാർക്ക് തന്നെയുള്ള വിശ്വാസമാണ്. അതേസമയത്ത് കേൾക്കുകയില്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? വഹാബികളെ. സ്വഹീഹായ ഹദീസുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 1338 ഹദീസായിട്ട് സ്വഹീഹിൽ കൊണ്ടുവന്നതാ. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നതാ. ഇനിയോ ഇവരുടെ തന്നെ ശൈഖാകുന്ന മറ്റൊരാൾ ഇബ്നു ഖയ്യിം എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ തഫ്സീറാണല്ലോ അർ-റൂഹ് എന്ന് പറയുന്ന കിതാബ്. അതിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഏത് തരത്തിലുള്ള കേൾവിയെ നിഷേധിക്കുന്നുള്ളൂ? ഇസ്മാഅൻ യൻതഫിഉ ബിഹി, ഇങ്ങോട്ടേക്ക് റിപ്ലൈ തരുന്ന ഒരു സമാ അവർക്ക് ഉണ്ടാവുകയില്ല. ആരെക്കുറിച്ച്? അൽ കാഫിറുൽ മയ്യിത്ത്, കാഫിറായ മയ്യത്തിനെ കുറിച്ചാണ്. എന്നിട്ടോ അദ്ദേഹം തന്നെ പറയുന്നു, വലം യുരിദു സുബ്ഹാന, അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ മുജാഹിദ് മൗലവികളെ അല്ലെങ്കിൽ മുജാഹിദ് സുഹൃത്തുക്കളെ, അന്ന അസ്ഹാബുൽ ഖുബൂരി, ഖബറാളികൾ ലാ യസ്മഉന ഷൈഅൻ അൽബത്ത, ഒന്നും കേൾക്കൂല എന്ന് നിങ്ങളെ വക ഉണ്ടാക്കിയതാണ്. ഖബറാളികൾ ഒന്നും കേൾക്കൂല, നിങ്ങളെ വക ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ ശൈഖാണതാ. നോക്കൂതാ, ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ ഫി കിതാബിഹി അർ-റൂഹ്. ഇത്ര കൃത്യമായിട്ട് വിഷയം പറഞ്ഞിട്ട് പിന്നെ തീരെ കേൾക്കൂല. അപ്പോൾ കേൾവി ഉള്ളത് കൊണ്ട് ശിർക്കൊന്നും അവിടെ വരുന്നില്ല. ശിർക്ക് എപ്പോഴാണ് വരുന്നതെന്ന് പഠിക്കി. എല്ലാ സാധനവും ഒന്ന് തട്ടിയാൽ ശിർക്ക്, ഒന്ന് മുട്ടിയാൽ ശിർക്ക്, ഒന്ന് മുകളോട്ട് നോക്കിയാൽ ശിർക്ക്, വെറൂ ശിർക്ക് തന്നെ.